ഹലോ ഗായ്സ്, അങ്ങനെ പത്തനംതിട്ടയിൽ പോയി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ വരികയാണ്. 2 ദിവസത്തെ അടുപ്പിച്ചുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണം വരുത്തിയിട്ടുണ്ട് കേട്ടോ. വേണുമാമനും ഐഷ്ണിയും കൂടിയാണ് ഞങ്ങളെ കൊണ്ടാക്കാൻ വരുന്നത് കേട്ടോ. അവള് വണ്ടി ഓടിക്കുന്നുണ്ട്, ഞാൻ ബാക്കിൽ നിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനും ഒരു നാൾ വരും. മറ്റേ സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞില്ല, എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ വരും എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ആ പറയുന്നത് കേട്ടിട്ട് ഈ രണ്ടെണ്ണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നെ കളിയാക്കാണ് കേട്ടോ. സംഭവം എനിക്ക് ലൈസൻസ് ഉണ്ട്, കാറിൻ്റെയും 2 വീലറിൻ്റെയും ഒക്കെ ഉണ്ട്. പക്ഷേ പുറത്തേക്ക് എടുക്കാൻ പേടിയാന്നേ ഉള്ളൂ. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് ഐഷ്ണി ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടില്ല, ഇപ്പോൾ ഇതാ കണ്ടിട്ടുണ്ട്. അതാണ് 32 കൊല്ലം കാണിച്ചോളൂ ചിരിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കി ഇവർ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ഞാനൊരു സ്റ്റോറിയിൽ ചെങ്ങന്നൂർ ലൊക്കേഷൻ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ വീട് എവിടെയാണെന്ന്. അപ്പോൾ ചെങ്ങന്നൂർ നമ്മുടെ വീഡിയോ കാണാൻ ഇത്രയും പേരുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇതാ പോയി ഒരു ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിൽ കയറാലോ വെച്ച് പോയി നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഇതിൽ ബുക്കിംഗ് ഇല്ലാതെ കയറാൻ തീരെ പറ്റില്ല. നമുക്ക് പിന്നെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒരു ട്രെയിൻ അങ്ങനെ പോയി കിട്ടി. 4:45 ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾ പിന്നെ 6 മണീൻ്റെ ട്രെയിനാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള എല്ലാ കുമ്ട്ടിപ്പിടിയിൽ ഈ 2 എണ്ണം കയറിയിട്ടേ വരുള്ളൂ കേട്ടോ. അവിടുന്ന് സ്നാക്സും വെള്ളവും അതും ഇതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കൈയിട്ട് വരി ഞാനും കഴിച്ചിട്ടുണ്ട്, എന്നാലും പറയണമല്ലോ. ട്രെയിൻ വരാൻ ഇനിയും ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ ഇടവും വലവും നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ കുറെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നല്ല വൈബായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ട്രെയിൻ എത്തി മക്കളെ. ട്രെയിനിൽ സീറ്റും കിട്ടിയപ്പോഴാണ് സമാധാനമായത്. പക്ഷേ കണ്ടിന്യൂസ് ഇത്രയും സമയം ഇങ്ങനെ കുത്തനി ഇരുന്നപ്പോണ്ടല്ലോ ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പുക പാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ തരിപ്പ് പൊന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അപ്പ് കണ്ടിന് ചെരിഞ്ഞിട്ട് കാറ്റൊക്കെ വീശി കൊടുക്കുന്നത് ഒരവസ്ഥയായിരുന്നു കേട്ടോ യാത്ര. പിന്നെ അതുപോലെ ഒരു ചായ വാങ്ങിച്ചിട്ട് അരക്കപ്പ് നെഹി ഫുൾ കപ്പ് പറയുന്നുണ്ടായിരുന്നു. ചായയൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ നല്ല സുഖമായി ഉറങ്ങി. പക്ഷേ എനിക്ക് തീരെ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ 3 സിനിമ, ഇങ്ങോട്ട് വരുമ്പോൾ 3 സിനിമ പറഞ്ഞാൽ 6 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും നമുക്ക് ഉറങ്ങാനും പറ്റണില്ല. പിന്നെ എന്താ ചെയ്യുക, എല്ലാവരും നോക്കിയിരിക്കുന്നതിനൊരു ലിമിറ്റില്ലേ. അങ്ങനെ അവിടെ കുത്തിരുന്ന് കുറേ എന്തൊക്കെയോ കണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് സ്റ്റേഷൻ്റെ പേര് മറന്നു ഗൈസ്, ഏതൊരു സ്റ്റേഷനിലാണ് ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ആര്യൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ ഞാനും ഏട്ടനും കൂടിയായിരുന്നു യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എത്തി. പിന്നെ എത്തിയ പാടും എനിക്കൊരു കോഫി കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. നടക്കുമ്പോൾ ഒക്കെ കുഞ്ഞുങ്ങൾ സ്നഗ്ഗിയിൽ അപ്പിട്ട പോലെ ഞാൻ നടക്കണ്ടായിരുന്നു. കാരണം കാലൊക്കെ തരുത്തിട്ട് പറയാൻ പറ്റില്ല. മറ്റേ സിനിമ സലീം കുമാർ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ വീട്ടിലെത്തി നടുനൂർത്തിന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ തിരിച്ചു പോരുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ് വീട്ടിലെത്തിയപ്പോൾ അതിനേക്കാളും വലിയ ശോകം. ഗേറ്റൊക്കെ പൂട്ടി അമ്മ നല്ല സുഖമായി ഉറങ്ങുകയാണ്. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ല. അവസാനം വൈശാട്ടൻ മതിൽ ചാടാൻ ശ്രമം നടത്തി, അതും പാളിപ്പോയി. പിന്നെ കുറേ നേരം നിന്ന് വിളിച്ചപ്പോഴാണ് അമ്മ വന്ന് വാതിൽ തുറന്നു കേട്ടോ. അല്ലെങ്കിൽ വൈശാഖേട്ടനെ മതിൽ ചാടാൻ അമ്മ സമ്മതിക്കില്ല. അപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിന് അമ്മ വന്നതുകൊണ്ട് പരിക്കുകളൊന്നും ഇല്ലാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ വേഗം വന്ന് നോക്കി അല്ലുട്ടനെയും തുമ്പമ്മനെയും കണ്ടു. 2 ദിവസമായി എൻ്റെ മക്കളെ കണ്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.